അപ്പോൾ ഉടനെ ദിനേശ് പ്രതാപ് സിംഗ് ഒരു മുട്ടാപ്പോക്കുമായിട്ട് വന്നു. താങ്കൾ ലോക്സഭയിൽ സ്പീക്കറെ അനുസരിക്കാറില്ല, സ്പീക്കറോട് തർക്കുത്തരം പറയും, അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്ന് എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വലിയൊരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി. ഇതിന് ശേഷം ഈ സമ്മേളനത്തിൽ ഈ ബ്ലോക്ക് തലത്തിലെന്തോ ചില ഉത്തരവാദിത്തങ്ങളുള്ള പീയൂഷ് സിംഗ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പീയൂഷ് സിംഗിനൊരു ആഗ്രഹം, രാഹുൽ ഗാന്ധിയുമായിട്ടൊന്ന് സംസാരിക്കണം, അദ്ദേഹത്തെ ഒന്ന് അഭിവാദ്യം ചെയ്യണം, കൂടെ നിൽക്കണം, ഒരു ചിത്രം എടുക്കണം എന്നൊക്കെ ആ പയ്യൻസിനൊരു ഒരു ഒരു ആഗ്രഹം. അതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ അപ്പന്മാരുടെ വൈബെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയൊന്നും ആ കൂട്ടത്തിൽപ്പെടുന്ന അല്ലല്ലോ. ഈ മിത്തുകളിലും കെട്ടുകഥകളിലും ഒക്കെ ഉള്ള ഇന്ത്യയെക്കുറിച്ചല്ലല്ലോ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ്, ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം, ശാസ്ത്രീയമായ രീതിയിൽ ഇന്ത്യക്ക് വികസനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, അതെങ്ങനെ വേണം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി സാധാരണ ആളുകളോട് പറയുന്നത്.